നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, എന്ത് വിചാരിക്കും, അവർ നമ്മളെക്കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ചിന്തകളാണ് പലപ്പോഴും നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് നമ്മൾ തന്നെ തടസ്സമായി നിൽക്കുന്ന കാരണം. നമ്മൾ വഴിയിൽ കൂടിയൊക്കെ ഒന്ന് നടന്നു പോകുമ്പോൾ രണ്ടു പേരെ സംസാരിക്കുകയാണെങ്കിൽ നമ്മളെന്താ ചിന്തിക്കുന്നത്? അവർ ചിലപ്പോൾ എന്നെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. അവരൊന്ന് സൂക്ഷിച്ച് നമ്മളെ ഒന്ന് നോക്കിയാൽ നമ്മൾ ചിന്തിക്കും അവരെന്നെക്കുറിച്ച് എന്തോ വിചാരിച്ചായിരിക്കും നോക്കുന്നത്. ഇങ്ങനെ പല ചിന്തകളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല നന്മകളിൽ നിന്നും നമ്മൾ ഉയരേണ്ട മേഖലകളിൽ നിന്നൊക്കെ നമ്മളെ തടസ്സപ്പെടുത്താറുണ്ട്. സ്നേഹമുള്ളവരെ, മറ്റുള്ളവർ എന്തും വിചാരിക്കട്ടെ, മറ്റുള്ളവർ എന്തും ചിന്തിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ചിന്തിക്കും, നമ്മളെക്കുറിച്ചാണോ വിചാരിക്കുന്നതെന്ന് ചിന്തിച്ച് നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഉയരുവാനായിട്ട് സാധിക്കത്തില്ല. നമ്മളിനി എത്ര നന്മ ചെയ്തു, നിങ്ങൾ 100% നന്മയുള്ളവരായിട്ട് ജീവിച്ചു, എങ്കിലും നിങ്ങളെക്കുറിച്ച് ആളുകൾ തിന്മയായിട്ട് ചിന്തിക്കാറില്ലേ? തിന്മ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രം, നന്മ പ്രവർത്തിക്കാതിരിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങളെക്കുറിച്ച് ആരും ഒരിക്കലും നല്ലത് ചിന്തിക്കുകയില്ല. അതുകൊണ്ട് മറ്റുള്ളവർ എന്തു ചിന്തിക്കും, എന്തു വിചാരിക്കും, എന്തു പറയും എന്ന് കരുതി നമ്മൾ അതും ചിന്തിച്ചുകൊണ്ടിരുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച നമ്മൾ തന്നെ തടസ്സപ്പെടുത്താതിരിക്കുക. നമുക്കെല്ലാം അറിയാം, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് ആർക്കും ഒരു തിന്മ ചെയ്യുന്നില്ല, അവർക്കും നന്മ മാത്രമാണ് ചെയ്യുന്നത്. എങ്കിലും ക്രിസ്തുവിനെ കുറിച്ച് ആളുകളെ എന്തെല്ലാം പറഞ്ഞു പരത്തി, എന്തെല്ലാം തിന്മ നിരൂപിച്ചു. ക്രിസ്തു അതിൽ നിന്ന് പിന്മാറിയോ? ക്രിസ്തു അതിനെക്കുറിച്ച് അവരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും, അവരെന്നെക്കുറിച്ച് ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്, ഇങ്ങനെയാണോ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ അതിൽ നിന്ന് പിന്മാറിയോ? അവൻ മുന്നോട്ട് തന്നെ പോയി. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് തന്നെയാണ് പ്രശ്നം. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും, അവർ എന്നെക്കുറിച്ചാണോ പറയുന്നത്, എന്നെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്? ഈ ചിന്തകൾ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉയരുവാനായിട്ട് സാധിക്കും. അതല്ലാതെ അവരെക്കുറിച്ചും ഇവരെക്കുറിച്ചും ചിന്തിച്ച് നമ്മുടെ ജീവിതം തള്ളി നീക്കാനുള്ളതല്ല. അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കുക, ആര് എന്ത് വിചാരിച്ചാലും നന്മ ചെയ്ത് ജീവിക്കുക, നല്ലത് പ്രവർത്തിച്ച് ജീവിക്കുക. നിങ്ങൾക്കുള്ളതെല്ലാം ദൈവം ഒരു സൈഡിൽ കരുതി വെച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകൾ മാറ്റി നന്മ പ്രവർത്തിച്ചാൽ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയപ്പെടും. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് ചിന്തിക്കും, എന്ത് വിചാരിക്കും, എന്തു പറയും എന്ന് കരുതി നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചകളെ തടസ്സപ്പെടുത്താതിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.